ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പം നമുക്ക് പെട്ടെന്ന് ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഒന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്റർ മുഴുവനും കവർ ചെയ്യാനാണ് പോകുന്നത്. എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ കൊണ്ട് കാര്യങ്ങൾ എഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും ചെയ്തെടുപ്പിക്കുക. ഇറ്റ്സ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ് എന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് മാനേജ്മെന്റിന്റെ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു 2 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. ഇഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി. ഇത് രണ്ടും നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യാറുള്ള ടേം ആണ്, പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എഫിഷ്യൻസി എന്നുള്ളത് നിങ്ങൾ ഫ്യൂവൽ എഫിഷ്യൻസി ആയിട്ട് ഓർത്താൽ മതി. അങ്ങനെ ഓർക്കുക. അതായത് അടിച്ച പൈസക്കുള്ള പെട്രോൾ ഉണ്ടോ, മൈലേജ് നമുക്ക് കിട്ടിയോ എന്നൊക്കെ ചിന്തിക്കുന്നത്, അത് കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർക്കുക. എഫിഷ്യൻസി എന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കുക. ഓക്കെ, ടാസ്ക് കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കുന്നതാണ് എഫക്റ്റീവ്നെസ്. കറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എഫിഷ്യൻസി. ഇനി അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി എന്തൊക്കെയാണ് മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്? മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. ഒരു ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യാനുള്ളതാണ്. ഇറ്റ്സ് ഓൾ പെർവാസീവ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും നമുക്ക് മാനേജ്മെന്റ് കാണാം. മൾട്ടി ഡയമെൻഷനിലാണ്, കാരണം അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പല പല കാര്യങ്ങളുണ്ട്. വർക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പീപ്പിളിനെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെ പോയിട്ട് പിന്നെയും പ്ലാനിങ്, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഒരാളെ കൊണ്ട് നേടുന്നതല്ല. പല ആളുകൾ ചേർന്നൊരു ടീമായിട്ട് നിന്ന് ഓർഗനൈസേഷന്റെ ഗോള് നേടിയെടുക്കേണ്ടതാണ്. ഇതൊരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ്. ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഫിക്സഡ് അല്ല, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ചിട്ട് മാനേജ്മെന്റും മാറിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കറിയാം അവിടെ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സിനെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ, പേഴ്സണൽ എന്ന് പറഞ്ഞ് 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷനിൽ വരുന്നതാണ് സർവൈവൽ. മാനേജ്മെന്റ് എന്ത് ഉറപ്പ് വരുത്തണം? ആ ഓർഗനൈസേഷൻ നിലനിൽപ്പ്, സർവൈവൽ ആണ്, അതിന് നിലനിൽപ്പ് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. മാത്രമല്ല പ്രോഫിറ്റ്, നിലനിൽപ്പ് കഴിഞ്ഞ പിന്നെ നമുക്ക് ലാഭം വേണമല്ലോ. നിലനിൽപ്പായി കഴിഞ്ഞാൽ അപ്പൊ ലാഭം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യണം. മാത്രമല്ല ഗ്രോത്ത്, ഓർഗനൈസേഷന്റെ ഗ്രോത്തിനും മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യണം. അത് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയുടെ പാർട്ടായിട്ട് നിൽക്കുമ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നെ ഉദ്ദേശിക്കുന്നത്. ഒരു സൊസൈറ്റിനോട് ചെയ്യേണ്ട ഒരുപാട് കടമകളുണ്ട്. അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിൽ അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. ഫ്രണ്ട്ലി ആയിട്ടുള്ള, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഭൂമിക്ക് ഒരു കേടുപാട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് വ്യക്തികളാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവർക്ക് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സും എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം അവർക്ക് അതും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇതൊക്കെ പറ്റുന്നുണ്ടോന്ന് ആര് നോക്കണം? മാനേജ്മെന്റ് നോക്കണം. ദെൻ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, അത് സിമ്പിളാ പിള്ളേരെ, നമ്മൾ അവിടെ പഠിച്ചില്ല ക്യാരക്ടറിസ്റ്റിക്സ്, അത് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ഇതേപോലെയൊക്കെ തന്നെ എഴുതി വെച്ചാൽ മതി. ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യലാണ്, എഫിഷ്യൻസി കൂടാൻ സഹായിക്കും. മാത്രമല്ല ഒരു ഡൈനാമിക് ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്യുന്നു, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. ഇനി മാനേജ്മെന്റിന്റെ നേച്ചർ. മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് നമുക്ക് പറയാം. എങ്ങനെ ആർട്ടാണെന്ന് പറയാം? ആർട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അവിടെ ഒരു തിയറട്ടിക്കൽ നോളജ് ഉണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് തിയറട്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ആ ആർട്ടിനെ പറ്റിയിട്ട് എഴുതിയ ബുക്ക് ഉണ്ടാകുമല്ലോ, അതിന്റെ പ്രൊഫഷണൽസ് എഴുതിയ ബുക്ക് ഉണ്ടാകും. ഇപ്പോൾ ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ എന്തോ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം എക്സ്പേർട്സ് ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ബുക്ക് ഉണ്ടല്ലോ, അതാണ് തിയറട്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണല്ലോ, ഓരോരുത്തരും കല ചെയ്യുന്നത് പല പല വ്യത്യാസത്തിലാണ് ചെയ്യുന്നത്. പിന്നെ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റിയിലൂടെ ഇത് മെച്ചപ്പെടും. മാനേജ്മെന്റിന്റെയും പ്രത്യേകതകൾ ഇതൊക്കെ തന്നെയാണ്. മാനേജ്മെന്റ് എക്സ്പേർട്സ് എഴുതിയിട്ടുള്ള എന്താണ്
തിയറട്ടിക്കൽ ബുക്സ് ഉണ്ട്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഓരോ മാനേജറും ഓരോ സിറ്റുവേഷനിൽ തീരുമാനം എടുക്കുന്നത് വ്യത്യാസം ഉണ്ടാകും. ഒരുപാട് നാളത്തെ പ്രാക്ടീസ് കൊണ്ടും ക്രിയേറ്റീവായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പറയാം. ഇനി മാനേജ്മെന്റ് ആസ് എ സയൻസ് ആണെന്ന് എങ്ങനെ പറയും? സയൻസിന്റെ പ്രത്യേകതകൾ നോക്കാം. സയൻസിലും ഒരു സിസ്റ്റമാറ്റിസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതായത് തിയറട്ടിക്കൽ വർക്ക് ഉണ്ട്, ബുക്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് ബുക്സ് എന്ന് പറഞ്ഞു തരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ദെൻ സയൻസിൽ ഓരോ പ്രിൻസിപ്പിൾസും എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ വാലിഡിറ്റി ആണ്. എല്ലായിടത്തും സയൻസ് ഒരേപോലെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നമ്മുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ മാനേജ്മെന്റും സിസ്റ്റമാറ്റിസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. പല തരത്തിലുള്ള ഫാക്ടറികളിലും ഓർഗനൈസേഷനിലും ഒക്കെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് തന്നെയാണ് ഇതിന്റെ വലിയ വലിയ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പേർട്സ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും കറക്റ്റ് ആണ്. പക്ഷെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല. ഓക്കെ, യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ ഇൻഎക്സാക്ട് സയൻസ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇനി മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒക്യുപ്പേഷൻ ആണ്. അതിൽ ആ ഒരു ഒക്യുപ്പേഷൻ, ആ ഒരു ജോലിയിലേക്ക് അയാൾക്ക് സ്പെഷ്യലൈസ്ഡ് നോളജും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ CMA CA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷൻ ആണ്. അതിനെ പറ്റിയിട്ട് മാത്രം അവർ പഠിച്ച് അതിന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞാണ് ആ പ്രൊഫഷണലായിട്ട് അവർ വരുന്നത്. അതിന്റെ പ്രത്യേകതയും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. റെസ്ട്രിക്റ്റഡ് എൻട്രിയാ. എല്ലാവർക്കും CA ആവാൻ പറ്റില്ല, എല്ലാവർക്കും CMA ആവാൻ പറ്റില്ല. ആ എക്സാം എഴുതി പാസ്സായി മാത്രമേ ആകാൻ പറ്റുള്ളൂ. പിന്നെ പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. CA-കാർക്കാണെങ്കിൽ ICAI ഉണ്ട്, CMA-കാർക്കാണെങ്കിൽ ICMA ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. ദെൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഈ പ്രൊഫഷണൽ ബോഡി, നേരത്തെ പറഞ്ഞ ICAI എന്നുള്ള ഈ പ്രൊഫഷണൽ ബോഡി, ഓരോരുത്തർക്കും ഓരോന്ന്, ബാർ കൗൺസിൽ, അഡ്വക്കേറ്റ്സിന് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. അവരുടെ ബോഡി, ആ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അതാണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. പിന്നെ സർവീസ് മോട്ടീവ്. ഇവരുടെ ഉദ്ദേശം എപ്പോഴും എന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇനി നമ്മൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. റെസ്ട്രിക്റ്റഡ് എൻട്രി ഒന്നുമില്ല. എക്സാം എഴുതി പാസ്സായാലേ മാനേജർ ആകാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും മാനേജർ ആകാം. പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ബട്ട് പ്രൊഫഷണൽ ആ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ ഫോളോ ചെയ്യുന്ന എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഉണ്ട്. സർവീസ് മോട്ടീവ് അല്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം, മാനേജ്മെന്റിൻ്റെത്. അപ്പൊ ചിലതൊന്നും കറക്റ്റ് അല്ല. ഈ മാനേജ്മെന്റ് ലെവൽസ് പറയുകയാണെങ്കിൽ 3 ലെവലാണുള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ എന്നിങ്ങനെ 3 ലെവലാണ് ഉള്ളത്. ടോപ്പ് ലെവലില് ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ചെയർമാൻ, MD, CEO, CFO, COO, പ്രസിഡന്റ്, ഇവരൊക്കെയാണ് ഉള്ളത്. അതിന്റെ ഫംഗ്ഷൻ എന്താ? ടോപ്പ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കി കൊടുക്കുക, പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, ബിസിനസ്സിനെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തരംതിരിക്കുക, പല ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക, ഗവൺമെന്റും വർക്കേഴ്സും ഓർഗനൈസേഷനും എല്ലാം നല്ലൊരു ബന്ധത്തിൽ പോകുക, മെയിൻറ്റെയിൻ ലൈസൻസ് കണക്ഷൻ, അങ്ങ് നല്ലൊരു റിലേഷൻഷിപ്പിൽ പോകുക എന്നുള്ളതാണ്. അതൊക്കെ സെറ്റ് ചെയ്യലാണ് ഇവരുടെ ഫംഗ്ഷൻ. ദെൻ രണ്ടാമത്തെ ലെവലാണ് മിഡിൽ മാനേജ്മെന്റ്. ഇതിൽ വരുന്നത് ഡിവിഷണൽ ഹെഡ്സ് ആണ് കേട്ടോ. അതായത് അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, അങ്ങനെയുള്ള അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് വരുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്താ? ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പോളിസീസ് ഉണ്ടല്ലോ, അത് നടപ്പിൽ വരുത്തുക. പിന്നെ അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യത്തിനുള്ള പേഴ്സണൽ വെച്ചാൽ വർക്കേഴ്സ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓരോരുത്തർക്കും വേണ്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അസൈൻ ചെയ്ത് കൊടുക്കുക. ഡിസൈഡ് ഒബ്ജക്റ്റീവ്, എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, അത് നേടാൻ വേണ്ടി അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക. ലാസ്റ്റ് ലെവലാണ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. ലോവർ ലെവലിൽ വരുന്നതാണ്. ഇതിൽ വരുന്നതാണ് ഫോർമൻ, സൂപ്പർവൈസർ, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ ഒക്കെ. ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഡേ ടു ഡേ വർക്ക് പ്ലാൻ ചെയ്യുക. മിഡിൽ മാനേജ്മെന്റിലേക്കുള്ള മിഡിൽ മാനേജ്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് വർക്കേഴ്സിലേക്ക് കൊടുക്കുക. വർക്കേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. എന്തെങ്കിലും കംപ്ലൈൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ വർക്കേഴ്സിന്റെ അടുത്തുനിന്ന് മാനേജ്മെന്റിലേക്ക് കൈമാറാന്നുള്ളതാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻസ് വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആണ്. അത് നമ്മൾ 5 ചാപ്റ്റേഴ്സിലായിട്ട് ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പൊ പിന്നെ ഇവിടെ വെറുതെ അത് പറയേണ്ട ആവശ്യമില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാം എന്താണ്? വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു,
എന്ത് എപ്പോൾ എങ്ങനെ ആര് ചെയ്യണമെന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ പല ഡിപ്പാർട്ട്മെന്റ് ആക്കി തിരിച്ച് അവർക്കെല്ലാം അവരുടെ ഡ്യൂട്ടീസ് എല്ലാം കൊടുത്ത് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ റൈറ്റ് പേഴ്സണിനെ റൈറ്റ് ജോബിലേക്ക് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ ലീഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഡയറക്റ്റിൽ വരുന്നത്. കൺട്രോളിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. ഓക്കെ, ദ ലാസ്റ്റ് ടോപ്പിക് ആണ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് ദി എസൻസ് ഓഫ് മാനേജ്മെന്റ്. എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദി എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. കോർഡിനേഷൻ ആണ് എസൻസ് ഓഫ് മാനേജ്മെന്റ്. അതായത് കോർഡിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവരും കൂടി ഒരു ഏകോപനം, ഒന്നിച്ചു പോകുക എന്നുള്ളതാണ്. സോ കോർഡിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ്. അതായത് എല്ലാവരും ഒന്നിപ്പിച്ച് നിർത്തുന്നത് കോർഡിനേഷൻ ആണ്. ഇറ്റ് എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ള ആ ഒരു കോമൺ പർപ്പസ് ഉണ്ടല്ലോ, അത് നേടിയെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നത് കോർഡിനേഷൻ ആണ്. തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്നതാണ്, മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇമ്പോർട്ടൻസ്. കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഗ്രോത്ത് ഇൻ സൈസ്. അതായത് ഓർഗനൈസേഷൻ വളരുന്നതിനനുസരിച്ചിട്ട് അതിലുള്ള എംപ്ലോയീസിന്റെ എണ്ണം കൂടി വരും. അങ്ങനെ വരുമ്പോൾ ഇവരെ ഒന്നിപ്പിച്ച് നിർത്തണമെങ്കിൽ അവിടെ കോർഡിനേഷൻ അത്യാവശ്യമാണ്. ദെൻ ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ. പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അങ്ങനെ പ്രശ്നങ്ങൾ വരാതെ ഇവർ ഒന്നിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അവിടെയും കോർഡിനേഷൻ ആവശ്യമാണ്. ദെൻ സ്പെഷ്യലൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, പല തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാതെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്, കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഇതാണ് കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ജസ്റ്റ് 12 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടാൽ ഈ ചാപ്റ്റർ ഫുൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെക്കാവുന്ന വാട്സാപ്പ് നമ്പറിൽ hi+2 എന്ന് മാത്രം ജസ്റ്റ് മെസ്സേജ് അയക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.